ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു 2026 എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടന്നാലോ. ഇത് നമ്മുടെ പപ്പാനി അങ്ങ് കത്തിക്കുന്ന വീഡിയോ കേട്ടോ. അപ്പം പപ്പാനിയെ കത്തിക്കുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് എപ്പോഴും ഒരു ഡൗട്ടായിരുന്നു കേട്ടോ, എന്തിനാണ് അത്രയും ദിവസം നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട നമ്മുടെ സാന്റാക്ലോസിനെ ഈ 2026 ആകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കത്തിച്ച് കളയുന്നതെന്ന്. ഇപ്പോഴാണ് അതിൻ്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ വികാരിയച്ഛനാണ് അത് പറഞ്ഞു തന്നത്. എന്താ, പഴയ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം പഴയതിനെല്ലാം തൂത്തുവാരി കത്തിക്കുന്നതിന് തുല്യമാണ്. അതിനു വേണ്ടിയാണ് ഈ കത്തിക്കുന്നത്. അപ്പം പുതിയ വർഷം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ന്യൂ ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് ജനിക്കുന്നു. അപ്പോൾ പഴയതിനെ കത്തിച്ച് കളയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നലെ രാവിലെ നമുക്ക് അപ്പം അങ്ങ് കടയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ എനിക്കങ്ങ് തിരക്കായിരുന്നു കേട്ടോ. അപ്പം വാങ്ങിച്ചു, ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം എനിക്ക് കുറേ പരിപാടികളുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നമുക്ക് പിറ്റേ ദിവസത്തേനുള്ള വട്ടയപ്പം ഉണ്ടാക്കണം. നമ്മൾ കേക്ക് മുറിക്കുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം കേക്ക് ന്യൂ ഇയറിന് ഒരുപാട് അങ്ങ് മുറിച്ചു. ഇപ്പോൾ കേക്ക് ആർക്കും വേണ്ട. അപ്പോൾ കേക്കാണെങ്കിൽ ഓൾറെഡി മുറിച്ചതൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പോൾ വട്ടയപ്പം മുറിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ രാവിലെ നമ്മുടെ ചായ ഇട്ട് ഈ വാങ്ങിച്ച അപ്പം അങ്ങ് കഴിച്ചു. അപ്പത്തിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള അപ്പമാണ്. പുറത്തുനിന്ന് വാങ്ങിച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പുറത്തുനിന്ന് വാങ്ങുന്ന ഐറ്റത്തിനൊക്കെ എനിക്കൊരു പ്രത്യേകതരം ടേസ്റ്റ് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം ചായയും ഒരു 2-3 അപ്പവും അങ്ങോട്ട് കഴിച്ചു. ഒരു കറിയുടെ പോലും ആവശ്യമില്ലായിരുന്നു. പിന്നെ ഞാൻ അരി കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ വട്ടയപ്പത്തിന് അങ്ങ് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 വട്ടയപ്പത്തിനാണ് ഞാൻ അരയ്ക്കുന്നത്. വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം അരി, ഈസ്റ്റ്, നല്ല തേങ്ങയുടെ ഉൾഭാഗം നല്ല വെളുത്ത ഭാഗം വേണം, അതിൻ്റെ കറുത്ത ഭാഗമൊന്നും എടുക്കരുത്. പിന്നെ 2-3 ഏലക്ക, ജീരകം ഞാൻ ചേർക്കത്തില്ല കേട്ടോ. ഏലക്ക, പിന്നെ ആവശ്യത്തിന് മധുരം ഒക്കെ ചേർത്ത് ഈസ്റ്റ് ഒക്കെ ചേർത്ത് വട്ടയപ്പത്തിന് അങ്ങ് അടിച്ച് വെക്കുകയാണ്. ഇതൊരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും പൊങ്ങും. കാരണം ഈസ്റ്റ് അതുപോലെ ഞാൻ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈസ്റ്റിൻ്റെ ചുവയൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് വട്ടയപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈസ്റ്റിൻ്റെ പ്രത്യേകത കേട്ടോ വട്ടയപ്പം പൊങ്ങുന്നത്. പല സൈസിലുള്ള ഈസ്റ്റ് കിട്ടും. ഞാൻ ബേക്കറി ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചു. അപ്പത്തിനുള്ളത് അരച്ച് വെച്ചു. അരച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. കുറച്ച് നേരത്തെ എടുത്ത് നമ്മൾ പുറത്ത് വെച്ചാൽ മതി. കാരണം വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് നല്ല തിരക്കാണ്. പള്ളിയിൽ പോകണം, പിന്നെ വീട്ടിൽ പോകണം, അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ട്. അതുകൊണ്ട് പണികളൊക്കെ നേരത്തെ ഒതുക്കി. ഈ കാണുന്നത് ഞങ്ങളുടെ പുൽക്കൂടാണ്. നേരത്തെ ഇട്ട തിനയൊക്കെ ഇപ്പോൾ കിളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്രിസ്മസ്